നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. ഒല്ലൂരിൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം, 2 പേർക്ക് പരിക്ക്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഭൂമി തരം മാറ്റുന്നതിന് സർക്കാർ അനുമതി ലഭിച്ചു. നിർമ്മാണത്തിന് ആവശ്യമായ നടപടികളുടെ അവലോകന യോഗം KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്നു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലയിലെ പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ചൊവ്വാഴ്ച ആമ്പല്ലൂരിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ വരാക്കര പൂരത്തിന് കൊടിയേറി. ചെമ്പൂച്ചിറ GHS സ്കൂളിലെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. INTUC തൊഴിലാളി യൂണിയൻ ഇഞ്ചക്കുണ്ട് യൂണിറ്റ് വാർഷിക പൊതുയോഗവും തൊഴിലാളി സംഗമവും സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. ഒല്ലൂരിൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി അപകടം, 2 പേർക്ക് പരിക്കേറ്റു. വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറി ക്യാബിനിൽ കുടുങ്ങിയ ഡ്രൈവറെയും സഹായിയെയും തൃശൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഡോർ പൊളിച്ച് പുറത്തെടുത്തു. ഇരുവരെയും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പട്ടാമ്പി സ്വദേശി 40 വയസ്സുള്ള കബീർ, സഹായി 34 വയസ്സുള്ള നൌഫാൽ എന്നിവർക്കാണ് പരിക്ക് പറ്റിയത്. തിങ്കളാഴ്ച രാവിലെ 6:15 അപകടം. ഒല്ലൂർ സെന്ററിലെ കോട്ടക്കൽ ആര്യ വൈദ്യശാലയിലേക്കാണ് വാൻ ഇടിച്ചു കയറിയത്. ഇതോടെ ഡ്രൈവറും സഹായിയും ക്യാബിനിൽ കുടുങ്ങി. ഒല്ലൂർ പോലീസ് അറിയിച്ചതനുസരിച്ച് തൃശൂരിൽ നിന്നും സീനിയർ ഓഫീസർ KA ജ്യോതിഷ് കുമാറിൻ്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് എത്തി വാനിൻ്റെ ഡോർ വെട്ടി പൊളിച്ച് സ്റ്റിയറിംഗ് റാഡ് അകത്തിയാണ് ഇരുവരെയും പുറത്തെടുത്തത്. ഉടനെ ഫയർഫോഴ്സ് ആംബുലൻസിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PK പ്രജീഷ്, CS സന്ദീപ്, M സഭാപതി, ബിജോയ് ഈനാശു, AS അനിൽജിത്ത്, സുധീഷ്, ഹോംഗാർഡ് VK രാജൻ എന്നിവരടങ്ങിയ സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഭൂമി തരം മാറ്റുന്നതിന് സർക്കാർ അനുമതി ലഭിച്ചു. നിർമ്മാണത്തിന് ആവശ്യമായ നടപടികളുടെ അവലോകന യോഗം KK രാമചന്ദ്രൻ MLAയുടെ അധ്യക്ഷതയിൽ കൊടകര ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, വാർഡംഗം ഷാജു കാളിയേങ്കര, ഇരിങ്ങാലക്കുട RDO MK ഷാജി, LR തഹസീൽദാർ സിമീഷ് സാഹു, നോഡൽ ഓഫീസറും BDOയുമായ KK നിഖിൽ, തോറവ് വില്ലേജ് ഓഫീസർ അൻവർ ഷാ, R ബിന്ദു, പുതുക്കാട് പഞ്ചായത്ത് സെക്രട്ടറി P ഉമ ഉണ്ണികൃഷ്ണൻ, വിജയൻ, സ്ഥലം ഉടമകളായ ആന്റണി എറുങ്കാരൻ, രാജേഷ് വർഗീസ്, പുതുശ്ശേരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിർദ്ദിഷ്ട മിനി സിവിൽ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, പെൻഷനേഴ്സ് ഓഫീസ്, സൊസൈറ്റി എന്നിവയിലേക്കുള്ള റോഡിന്റെ വികസനത്തിനായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകുന്നതിന് ഉടമകൾ സന്നദ്ധത അറിയിച്ചു. 2 സെന്റ് സ്ഥലം ഇതിനായി പുതുക്കാട് പഞ്ചായത്തിന് വിട്ടു നൽകും. 2022 ബജറ്റിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി 10 കോടി രൂപ വകയിരുത്തിയിരുന്നു. ഫൈനൽ ഡിസൈൻ അപ്രൂവലിനായി സമർപ്പിച്ചിട്ടുണ്ടെന്നും സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് നിർമ്മാണം ആരംഭിക്കുന്നതിനാണ് ശ്രമിക്കുന്നത് എന്നും KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 4 നിലകളിലായാണ് പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണം നടത്തുക എന്നും MLA അറിയിച്ചു. പ്രസിദ്ധമായ വരാക്കര പൂരത്തിന് കൊടിയേറി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്കു ശേഷം തന്ത്രി വിജയൻ കാരുമാത്ര കൊടിയേറ്റ് നിർവഹിച്ചു. ക്ഷേത്രയോഗം പ്രസിഡന്റ് KV സുരേഷ്, സെക്രട്ടറി CS സുനേഷ്, ട്രഷറർ KM ദാസൻ എന്നിവർ പങ്കെടുത്തു. ജനുവരി 14-നാണ് പൂരം. 20 പൂര സെറ്റുകളുടെ സഹകരണത്തോടെ നടത്തുന്ന പൂരത്തിൽ 20 ഗജവീരന്മാർ അണിനിരക്കും. ജനുവരി 8 മുതൽ 12 വരെ വിവിധ ദേശക്കാരുടെ കലാപരിപാടികൾ നടക്കും. 13-ന് ആനച്ചമയ പ്രദർശനവും ഉണ്ടാകും. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലയിലെ പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ചൊവ്വാഴ്ച ആമ്പല്ലൂരിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന പരിപാടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA ഉദ്ഘാടനം ചെയ്യും. പ്രവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് LV അജയ്കുമാർ അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ MP മാരായ TN പ്രതാപൻ, ബെന്നി ബെഹനാൻ, രമ്യ ഹരിദാസ്,
TJ സനീഷ് കുമാർ ജോസഫ് MLA, തൃശൂർ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, KPCC ജനറൽ സെക്രട്ടറി PA സലീം, ജില്ലാ UDF ചെയർമാൻ ശ്രീ MP വിൻസെന്റ്, മുൻ DCC പ്രസിഡന്റ് O അബ്ദുൾ റഹ്മാൻ കുട്ടി, മുൻ MLA TV ചന്ദ്രമോഹൻ എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ഷാഹുൽ പണിക്ക വീട്ടിൽ, ബിജു അമ്പഴക്കാടൻ, ഡെയ്സൺ മഞ്ഞളി, ജയൻ തെക്കുംപുറം, രവി കരിയാട്ടുപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. പ്രവാസി കോൺഗ്രസിൻ്റെ പ്രവാസി ഭാരത് ദിവസ് ഇത് 2003 മുതൽ ഇന്ത്യ ഗവൺമെൻറ് ആചരിച്ചു വന്നതാണ്. പക്ഷേ അത് 2004 പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് വന്നതിന് ശേഷമാണ് അതിനെ കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസിൻ്റെ സംസ്ഥാന സമ്മേളനം നാളെ രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA അവറുകൾ നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാനായ MP TN പ്രതാപൻ, ബഹുമാനായ ചെമ്പൂച്ചിറ GHS സ്കൂളിലെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ദിവ്യ സുധീഷ്, പ്രിൻസിപ്പൽ ഇൻചാർജ് CR മിനി, പ്രധാനാധ്യാപിക A അബ്സദ്, PTA ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. 2020-21 വർഷത്തെ ബഡ്ജറ്റിൽ അനുവദിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 52 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി അനുവദിച്ചിരുന്നത്. INTUC തൊഴിലാളി യൂണിയൻ ഇഞ്ചക്കുണ്ട് യൂണിറ്റ് വാർഷിക പൊതുയോഗവും തൊഴിലാളി സംഗമവും സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. മുൻ MLAയും യൂണിയൻ പ്രസിഡന്റുമായ പോൾസൺ അധ്യക്ഷനായി. ചടങ്ങിൽ INTUC തൊഴിലാളി യൂണിയന്റെ പൂർവ്വകാല നേതാക്കളെയും തൊഴിലാളികളെയും ആദരിച്ചു. INTUC യൂണിറ്റ് സെക്രട്ടറി NM പൗലോസ്, INTUC സ്റ്റേറ്റ് വർക്കിംഗ് സെക്രട്ടറി ആന്റണി കുറ്റുകാരൻ, DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, INTUC ജില്ലാ വൈസ് പ്രസിഡന്റും UDF കൺവീനറുമായ സോമൻ മൂത്രത്തിക്കര, INTUC ജില്ലാ കമ്മിറ്റി അംഗം വിനയൻ, മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ, വരന്തരപ്പള്ളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് AV ഉമ്മർ, INTUC മണ്ഡലം സെക്രട്ടറി തോമസ് കാവുങ്ങൽ, മുൻ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റും യൂണിയൻ മുൻ സെക്രട്ടറിയുമായ പിയൂസ് ആര്യപ്പിള്ളി, കൺവീനർ VR ഷാജു എന്നിവർ പ്രസംഗിച്ചു. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ജനുവരി 18 കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വില്ലേജ് ഓഫീസ് സമരത്തിന് മുന്നോടിയായി അളഗപ്പ നഗർ പഞ്ചായത്തിൽ ആമ്പല്ലൂർ വില്ലേജ് സമര സംഘാടക സമിതി രൂപീകരിച്ചു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം വൈസ് പ്രസിഡന്റ് VK കരുണാകരൻ അധ്യക്ഷനായിരുന്നു. CPI ലോക്കൽ സെക്രട്ടറി VK അനീഷ്, PC സാജു, VR രാജൻ, അജിത മാധവൻ, CB സുരേഷ്, KC മാധവൻ എന്നിവർ പ്രസംഗിച്ചു. സംഘാടക സമിതി ചെയർമാനായി VK കരുണാകരനെയും കൺവീനറായി PC സാജുവിനെയും തെരഞ്ഞെടുത്തു. DWTയുടെ ആഭിമുഖ്യത്തിൽ നടന്ന അഖില കേരള ഓപ്പൺ ചെസ് ടൂർണമെന്റിന്റെ സമാപന സമ്മേളനം കോടാലി SN സ്കൂളിൽ നടന്നു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനവും സമ്മാനദാനവും നിർവഹിച്ചു. സംഘാടക സമിതി കൺവീനർ ഉമ്മുകുൽസു അസീസ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ശാലിനി ജോയ്, ട്രസ്റ്റ് പ്രസിഡന്റ് TR ഔസേപ്പുട്ടി, ചെസ് അസോസിയേഷൻ സെക്രട്ടറി നൌഷാദ്, VK കാസിം, OP ജോണി, സുരേഷ് ബാബു അരിക്കാട്ട്, TD ജയപാലൻ, PR റോയ്, TD സഹജൻ, PG മനോഹരൻ എന്നിവർ പ്രസംഗിച്ചു. ചെസ് മത്സരത്തിൽ MA ജോയ് ലാസർ ചാവക്കാട് ഒന്നാം സമ്മാനമായ 10,000 രൂപയും ട്രോഫിയും കരസ്ഥമാക്കി. എബിൻ ബെന്നി തൃശൂർ 2ാം സ്ഥാനവും സന്ദീപ് സന്തോഷ് പാലക്കാട് 3ാം സ്ഥാനവും നേടി. കൂടാതെ ബെസ്റ്റ് വുമണായി ആതിര അഖാം, ബെസ്റ്റ് മറ്റത്തൂരായി ജോൺ മാത്യു 3 മുറിയെയും ബെസ്റ്റ് വെറ്ററൻ ആയി UC മോഹനനെയും തിരഞ്ഞെടുത്തു. ഞെള്ളൂർ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗവും പൂയാഘോഷ കമ്മിറ്റി യോഗവും സംഘടിപ്പിച്ചു. കരയോഗം പ്രസിഡന്റ് പങ്കജാക്ഷൻ തളിയക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. പൂയാഘോഷത്തിന്റെ പുതിയ കമ്മിറ്റിയെയും ചടങ്ങിൽ തെരഞ്ഞെടുത്തു. ശ്രീലേഷ് പാതിരിക്കാട്ടിലാണ് പ്രസിഡന്റ്. അർജുൻ നൊട്ടപ്പത്തിനെ സെക്രട്ടറിയായും സനൂപ് നമ്പിടിയാട്ടിലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. സമഗ്ര ശിക്ഷ കേരള കൊടകര BRCയുടെ ആഭിമുഖ്യത്തിൽ +1 കുട്ടികൾക്കുള്ള സംരംഭകത്വ പരിശീലനത്തിന്റെ ഭാഗമായി ഇനീഷ്യേറ്റീവ് ടു ഡെവലപ്പ് എന്റർപ്രണേറിയൻ ആറ്റിറ്റ്യൂഡ് ത്രിദിന ശില്പശാല കൊടകര GLP സ്കൂളിൽ ആരംഭിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കൊടകര GLPSലെ പ്രധാന അധ്യാപിക MK ഡെയ്നി അധ്യക്ഷയായി. കൊടകര BRC BP VB സിന്ധു, ട്രെയിനർ ലിജോ ജോസ് എന്നിവർ പ്രസംഗിച്ചു. അധ്യാപകരായ വരന്തരപ്പള്ളി CJM HSSലെ S ബ്ലസി, ദീപ്തി HSSലെ MA പെന്നി,
BRC ട്രെയിനർ ലിജോ ജോസ് എന്നിവർ വിവിധ തൊഴിൽ സംരംഭകരുടെ വിജയഗാഥകളും മാതൃകകളും വിവിധ ഡോക്യുമെന്റേഷനുകളിലൂടെ അവതരിപ്പിച്ചു. തൊഴിൽ സംരംഭകരായ റിമ റഹീം, അയ്യപ്പദാസ് എന്നിവർ വിവിധ തൊഴിൽ സംരംഭകന് ഉണ്ടായിരിക്കേണ്ട കഴിവ്, അവർ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ, പരിഹാരമാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് അറിവ് നൽകി. സ്വർണ്ണവിലയിൽ ഇടിവ് തുടരുന്നു. ജനുവരി 3 മുതൽ സ്വർണ്ണവില താഴേക്കാണ്. 6 ദിവസത്തിനുള്ളിൽ 660 രൂപയുടെ ഇടിവാണ് ഉണ്ടായത്. തിങ്കളാഴ്ച 1 പവൻ സ്വർണത്തിന് 160 രൂപ കുറഞ്ഞു. 1 പവൻ സ്വർണത്തിന്റെ വിപണി വില 46,240 രൂപയാണ്. ജനുവരി 2-ന് വില ഉയർന്നെങ്കിലും 3-ന് 200 രൂപ കുറഞ്ഞ് വില 47,000-ന് താഴേക്ക് എത്തിയിരുന്നു. വിവാഹ വിപണിയിൽ സ്വർണ്ണവില കുറഞ്ഞത് ആശ്വാസം പകരുന്നുണ്ട്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണത്തിന്റെ വില 20 രൂപ കുറഞ്ഞു. വിപണി വില 5,780 രൂപയാണ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് കാരണം. മലയോര മേഖലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലാവസ്ഥ: കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 25 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗവൺമെന്റ് സർവോദയ ഹയർ സെക്കൻഡറി സ്കൂളിൽ HS വിഭാഗത്തിൽ UPST തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും കോപ്പിയും സഹിതം വ്യാഴാഴ്ച രാവിലെ 11-ന് HS വിഭാഗം ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വകുപ്പിന് കീഴിലുള്ള NVHSPയിലേക്ക് ടെക്നിക്കൽ ഓഫീസറെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. യോഗ്യത MSc മൈക്രോബയോളജി, മെഡിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ലബോറട്ടറി സർവീസിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. താൽപര്യമുള്ളവർ ജനുവരി 16-ന് രാവിലെ 10-ന് പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നടക്കുന്ന അഭിമുഖത്തിൽ വയസ്സ്, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം പങ്കെടുക്കണം. ഫോൺ നമ്പർ 048722000310. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് ക്ഷേമനിധി കുടിശ്ശിക 9% പലിശ ഉൾപ്പെടെ അടയ്ക്കുന്നതിനുള്ള സമയം മാർച്ച് 31 വരെ നീട്ടിയതായി ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0472244545. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 5,780 രൂപ, പവന് 46,240 രൂപ. ഇഞ്ചക്കുണ്ട് മണ്ണാർത്തോട്ടത്തിൽ മേരി അന്തരിച്ചു. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ ഫ്രാൻസിസ് ആണ് ഭർത്താവ്. ഗ്രേസി, ജോയ്, ജോണി, ജോസഫ്, അഗസ്റ്റിൻ, ലൈസി, ജോണി എന്നിവർ മക്കളും. റോസി, ലിസി, വത്സ, ബിൻസി, തോമസ്, സിജി, പരേതനായ തങ്കപ്പൻ എന്നിവർ മരുമക്കളുമാണ്. എറവക്കാട് മാമ്പ്ര പാർവതി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ അനിയനാണ് ഭർത്താവ്. ജയൻ, ജയത എന്നിവർ മക്കളും. വിജയ, വാസു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം. മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. ഒല്ലൂരിൽ വാൻ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചു കയറിയ അപകടം, 2 പേർക്ക് പരിക്ക്. പുതുക്കാട് മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനായി ഭൂമി തരം മാറ്റുന്നതിന് സർക്കാർ അനുമതി ലഭിച്ചു. നിർമ്മാണത്തിന് ആവശ്യമായ നടപടികളുടെ അവലോകന യോഗം KK രാമചന്ദ്രൻ MLA-യുടെ അധ്യക്ഷതയിൽ ചേർന്നു. കേരള പ്രദേശ് പ്രവാസി കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലയിലെ പ്രവാസി ഭാരതീയ ദിവസ് പരിപാടി ചൊവ്വാഴ്ച ആമ്പല്ലൂരിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രസിദ്ധമായ വരാക്കര പൂരത്തിന് കൊടിയേറി. ചെമ്പൂച്ചിറ GHS സ്കൂളിലെ പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. INTUC തൊഴിലാളി യൂണിയൻ ഇഞ്ചക്കുണ്ട് യൂണിറ്റ് വാർഷിക പൊതുയോഗവും തൊഴിലാളി സംഗമവും സംഘടിപ്പിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30-ന് NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.